ചിലപ്പോ എനിക്ക് തല്ലി കൊല്ലാൻ തോന്നും. ഏയ്, പെട്ടെന്ന് കയറി കൊന്നേക്കല്ലേ. അസുരനെ കൊല്ലണം. വരട്ടെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് വേണം ഒരു സംഹാരം. മിന്നൽ വേഗത്തിൽ പ്രവർത്തിക്കും. ഹോ ദൈവമേ, ഞാൻ ആരുടെ മുമ്പിലാ നിൽക്കുന്നേ? ഹോ എന്റെ അമ്മോ. അല്ല, ഈ കഴിവുകളൊക്കെ അവിടുത്തെ കാലശേഷം മകന് തന്നെ തരുവോ? നോക്കട്ടെ. മരണം വരെ അമ്മയോടുള്ള മകന്റെ പരിചരണം പോലെ ഇരിക്കും. ഓ, എന്തായാലും എന്റെ കുറച്ച് കഴിവുകളൊക്കെ ഇപ്പോഴേ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താ അമ്മേ? പകയും പ്രതികാരവും. എന്താടി നീ ഒച്ച അനക്കോന്നും ഉണ്ടാക്കാതെ പമ്മി നിൽക്കുന്നേ? അയ്യോ, ഞാൻ പമ്മി നിന്നൊന്നും അല്ല. ഞങ്ങൾ സംസാരിച്ചെന്തെങ്കിലും നീ കേട്ടോ? ഞാനൊന്നും കേട്ടില്ല. ഒന്നുമേ ഒളിച്ചു നിന്ന് കേൾക്കരുത്. അതൊന്നും ശരിയല്ല. അതൊക്കെ വൃത്തികെട്ട പെൺകുട്ടികളുടെ ശീലമാ. അതൊക്കെ വൃത്തികെട്ട പെൺകുട്ടികളുടെ ശീലമാ. കറക്റ്റ്. നീ വാടാ. രണ്ടും എനിക്ക് ഒത്ത എതിരാളികൾ തന്നെ. വരട്ടെ, രണ്ടിനെയും വരച്ച വരയിൽ നിർത്തും ഞാൻ. മോളെ, നീ ഇങ്ങനെ തളരാതെ. ഒരു തെറ്റിദ്ധാരണ പറ്റിപ്പോയെന്നല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാവും. അമ്മയ്ക്ക് അച്ഛനും കൂടി ഇത് ആഘോഷിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതിനിപ്പോ എന്താ? മനുഷ്യർക്ക് തെറ്റ് പറ്റില്ലേ? ഇതെന്റെ മോൾക്ക് പറ്റിയ തെറ്റൊന്നും അല്ലല്ലോ. ആ ഡോക്ടർക്ക് പറ്റിയ മിസ്റ്റേക്ക് അല്ലേ? ഇക്കാര്യം പ്രതാപേട്ടനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇതിന്റെ പേരില് അംബികയും മകനും എന്നെ കളിയാക്കി തുടങ്ങും. അവരോട് പോയി പണി നോക്കാൻ പറ. ഒരു അംബികയും മകനും. അതൊന്നും എന്റെ മോളിപ്പം മൈൻഡ് ചെയ്യണ്ട. മോള് വിഷമിക്കാതിരിക്കെ. എന്തുപറ്റി? അമ്മേ, എന്താ പറ്റിയത്? എന്താ ഇവിടെ പെട്ടെന്നുണ്ടായത്? അമ്മേ, നമ്മള് ഒരിക്കലും വിചാരിക്കാത്ത തരത്തില് ഒരു പ്രശ്നം ഉണ്ടായി മോനെ. എന്ത് പ്രശ്നം? ടെസ്റ്റിന്റെ റിസൾട്ട് ഒന്ന് മാറിപ്പോയി. സോറി. ശരിക്കും റിസൾട്ട് പോസിറ്റീവായത് മറ്റൊരു കുട്ടിക്കാ. നീ ഗർഭിണിയല്ല ഋതിക. രണ്ടുപേരും ഇങ്ങനെ വിഷമിക്കാതെ. സമയമായിട്ടില്ല എന്ന് കരുതിയാ മതി. ഞാനിത് മറക്കാൻ ശ്രമിക്കാമേ. പക്ഷേ ഋതു വല്ലാതെ തളർന്നു പോയിട്ടുണ്ടല്ലോ. അവള് വിഷമിക്കുന്നത് അതിന് മാത്രമല്ല മോനെ. പ്രതാപേട്ടൻ അവിടെ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ദൈവമേ, അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യുന്നോർത്ത് അവള് മറ്റൊരു ടെൻഷനില്ല. ആരും മനഃപൂർവ്വമല്ലല്ലോ അമ്മേ. എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ?
വേണ്ട മോളെ, സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. നിന്നെ ഞാനും ശിവകാമിയും കൂടെ വളർത്തിയിരിക്കുന്നത് കരയാൻ വേണ്ടിയല്ല, ഉശിരോടെ ചങ്കുറപ്പോടെ ആരുടെ മുന്നിലും പതറാതെ ആരെയും വെല്ലുവിളിച്ച് ജീവിക്കാനാ. മോളെ, അച്ഛൻ ഈ അഴിക്കുള്ളിൽ കിടക്കുന്നത് കണ്ട് എന്റെ മോൾ ഇമോഷണൽ ആവണ്ട. ഈ അഴിക്കുള്ളിലാണെങ്കിലും നിന്റെ അച്ഛൻ ഒരു സിംഹവാ. അഴിക്കുള്ളിൽ എനിക്ക് പരമസുഖമാ മോളെ. കാരണം ഇത് അനന്തംപിള്ളയുടെ മറ്റൊരു അഭ്യാസമല്ലേ. പറയ്, ഫോണിൽ നിന്ന് കേട്ടതിനേക്കാൾ അപ്പുറം വിശേഷം എന്റെ മോക്ക് അച്ഛനോട് പറയാനുണ്ടാവുമല്ലോ. എല്ലാം എല്ലാം മോള് പറയേ. എങ്ങനെയുണ്ട് പ്രതാപവർമ്മയുടെ സ്വർഗീയ ഭവനം? അത് സ്വർഗീയ ഭവനമൊന്നും അല്ലച്ച, ഒന്നാന്തരം ഒരു നരകഭവനോ. ആ നരകത്തിലെ 2 പിശാശുക്കളാ. എന്റെ കഴുത്തിൽ താലി കെട്ടിയവനും അവന്റെ അമ്മയും. ഈ അംബികാവർമ്മയും മകൻ ദീപക്കും അല്ലേ? എന്റെ മോളെ, അവര് നിനക്ക് പിശാചുക്കളൊന്നുമല്ല, വെറും ഭാഷാണത്തിന്റെ പുഴുക്കളാ. അവിടെ മറ്റാരും അങ്ങനെ അപകടകാരികളല്ലച്ച. എതിർത്താ മെരുക്കി നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ 2 എണ്ണം, അംബികയും അംബിക സൂഥനും അല്ലേ? എങ്ങനെ, അവന്റെ ശല്യമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ പറയുന്നത് പോലെയൊക്കെ മോള് അവനെ കൈകാര്യം ചെയ്യുന്നില്ലേ? ആദ്യ ദിവസങ്ങളില് സ്ലീപ്പിംഗ് പിൽസ്, പിന്നെ ജ്യോതിഷവചനം. ഗുഡ്. എന്നാലും ആ വൃത്തികെട്ടവന്റെ ഒരുമാതിരി നോട്ടവും മൂളലും അമറലും ചിലപ്പോ എനിക്ക് തല്ലി കൊല്ലാൻ തോന്നും. ഏയ്, പെട്ടെന്ന് കയറി കൊന്നേക്കല്ലേ. അസുരനെ കൊല്ലണം. വരട്ടെ, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് വേണം ഒരു സംഹാരം. അംബികയും മകനെ നീ പേടിക്കണ്ട, നിനക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നീ സൂക്ഷിക്കേണ്ടത് അവനെയാ, ആ പ്രതാപവർമ്മയെ. ആ വർമ്മയെ സ്നേഹിച്ച് വിശ്വാസം പിടിച്ചുപറ്റി അവനെ നീ കയ്യിലെടുക്കണം. സ്നേഹിക്കുന്നവരുടെ മുമ്പില് വെറും ദുർബലനവൻ, എന്തും വാരിക്കോരി കൊടുക്കും. പക്ഷേ വഞ്ചിക്കുകയാണെന്ന് അവൻ അറിഞ്ഞാൽ ദാ ഇതുപോലെ ഞാൻ കിടക്കുന്നത് പോലെ ഈ അഴിക്കുള്ളിൽ കിടക്കേണ്ടി വരും. മനസ്സിലായോ മോളെ? മനസ്സിലായച്ച. നീ രാജുവിനേക്കാൾ ഉപരി പ്രതാപവർമ്മയുടെ മാനസപുത്രിയാവുക. പതുക്കെ പതുക്കെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം. പിന്നെ 1-2 സൂത്രങ്ങളൊക്കെ അച്ഛമ്മോക്ക് പറഞ്ഞുതരാം. ഓരോരുത്തരെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ചില പൊടി നമ്പറുകൾ. പറയച്ച.